ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാഷുടെയും കമലാമ്പൻ്റെയും പേരിൽ മുത്തശ്ശി ഒരു ദാമ്പത്യ പൂജയൊക്കെ കഴിക്കുന്നുണ്ട്. വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് കേട്ടോ മുത്തശ്ശി അവരോടൊക്കെ സംസാരിച്ചത്. മാഷ്ക്ക് അത്ര വലിയ താല്പര്യമില്ലെങ്കിലും മുത്തശ്ശി നല്ല സ്നേഹത്തോടുകൂടിയാണ് സംസാരിക്കുന്നത്. അങ്ങനെ അവർ തിരികെ വീട്ടിലേക്ക് പോകുകയാണ്. ഇതേസമയം വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനായിട്ടുള്ളൊരു കേക്ക് മേടിക്കാനായിട്ട് വേദ പുറത്തേക്ക് പോകുകയാണ്. പുറത്തേക്ക് പോകുമ്പോഴാണ് വിക്രം അങ്ങനെ ചാക്ക് ചുമക്കുന്ന ഭാഗമൊക്കെ കാണിക്കുന്നത്. വിക്രം ചാക്ക് ചുമക്കുന്നത് തൻ്റെ ആവശ്യപ്രകാരമാണ്. അച്ഛനും അമ്മയ്ക്കും ഒരു സമ്മാനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അതെന്ന് വേദയ്ക്ക് മനസ്സിലാവട്ടെ. ഈ സമയത്ത് രാധ അവിടേക്ക് ചെല്ലുന്നുണ്ട്. പിന്നീട് വേദ കേക്കൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ട് എല്ലാവരും കൂടി നിൽക്കുന്ന സമയത്ത് കേക്ക് മുറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിക്രം അവിടേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ വിക്രത്തിൻ്റെ കയ്യിൽ ഒരു അച്ഛനമ്മയ്ക്കും സ്വന്തമായിട്ട് അധ്വാനിച്ച പൈസ കൊണ്ട് സാരി ഷർട്ടൊക്കെ വാങ്ങിച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വിക്രം ഇങ്ങനെ നിൽക്കുമ്പോൾ വേദ പറയുന്നുണ്ട് അത് കൊടുക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിക്രം വന്നു കഴിഞ്ഞിട്ട് ആ ഒരു ഗിഫ്റ്റ് അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അച്ഛൻ വീണ്ടും അത് തട്ടിക്കളിയാണ്. നിന്നോട് ഒരു തവണയല്ലേ പറഞ്ഞത് നിൻ്റെ ചോര മണക്കുന്ന പൈസ കൊണ്ടുള്ള സമ്മാനമൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ദേഷ്യത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പക്ഷേ വേദ പറയുന്നുണ്ട് വിക്രം അങ്ങനെ ചോര മണക്കുന്ന കാശ് കൊണ്ടൊന്നുമല്ല അത് വാങ്ങിച്ചത്, ചാക്ക് ചുമന്നാണ് വിക്രം കാശ് ഉണ്ടാക്കിയതെന്ന് പറയുകയാണ്. കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാവാണ് കേട്ടോ. അമ്മ മുറി പോയിട്ട് വിക്രത്തിനെ ആശ്വസിപ്പിക്കുകയും കവളിലൊരു ഉമ്മൊക്കെ കൊടുത്തിട്ട് ആ സാരി ഞാൻ ഉടുക്കും എന്നൊക്കെ പറയുകയാണ്. ഇതേസമയം വേദയാണെന്നുണ്ടെങ്കിൽ മുറിയിലെത്തുമ്പോൾ അച്ഛൻ ആ ഷർട്ട് നോക്കുന്നതും സങ്കടപ്പെട്ടിരിക്കുന്നതും പിന്നീട് ആ ഷർട്ട് ധരിക്കുന്നതൊക്കെ വേദ കാണുന്നുണ്ട് കേട്ടോ. വിക്രം ആണെന്നുണ്ടെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് പുറത്ത് പോയിട്ട്. അങ്ങനെ വിക്രം തിരികെ വരുന്ന സമയത്ത് വിക്രത്തിൻ്റെ ചുമലിൽ പൊട്ടിയിട്ടുണ്ടല്ലോ ചാക്കൊക്കെ ചുമന്നിട്ട്, അത് ഒക്കെ വേദ മരുന്ന് വെച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. എന്തായാലും വിക്രത്തിൻ്റെ അടുത്തേക്ക് വേദ വരുന്ന സമയത്ത് വിക്രം പറയുന്നുണ്ട് നീയല്ലേ പറഞ്ഞത് എൻ്റെ സ്വന്തം അധ്വാനം കൊണ്ട് പൈസ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അച്ഛൻ അത് വാങ്ങിക്കും, അല്ലെങ്കിൽ നിൻ്റെ പേര് വേതാളെന്ന് തന്നെ ആക്കിക്കോളാം. അപ്പോൾ ശരിക്കും നീ വേതാളായില്ലേ എന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട് ഇന്ന് അച്ഛമ്മരെ വീട്ടിലേക്ക് പോയിരിക്കുക. നിങ്ങൾ വാങ്ങിച്ചു കൊടുത്ത ആ ഷർട്ടും കൊണ്ട് ധരിച്ചാണ് അച്ഛമ്മയുടെ വീട്ടിലേക്ക് അച്ഛൻ പോയിരിക്കുന്നതെന്ന് കേൾക്കുമ്പോൾ വിക്രത്തിന് അത് ഭയങ്കര സന്തോഷമാവണം കേട്ടോ. വിക്രം എൻ്റെ വേദനയോട് താങ്ക്സ് പറയുകയാണ്. ഭയങ്കര ഹാപ്പി ആവണം കേട്ടോ വിക്രത്തിന്. എൻ്റെ അച്ഛൻ തൻ്റെ സമ്മാനം സ്വീകരിച്ചു, അത് വേദകാരനാണല്ലോ എന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ വിക്രത്തിന് മനസ്സിൽ സ്നേഹവും പ്രണയമൊക്കെ തോന്നുകയാണ് വേദയോട്. ഇതേസമയം വിശ്വമാണെന്നുണ്ടെങ്കിൽ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ബീച്ചിൽ ചെന്നിരിക്കുകയും ഭക്ഷണം അവിടെ വെച്ച് കഴിക്കുകയും ശ്രീജനെ വിളിച്ചിട്ട് നല്ല ജോലിയാണെന്നുള്ളതൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അത് വേദ കണ്ടുപിടിക്കുകയും ചെയ്യുന്നുണ്ട്. വേദയുടെ കൂട്ടുകാരിയുടെ ഒരു ഫാക്ടറി ആണല്ലോ, ആ വഴി വേദ അത് കണ്ടുപിടിക്കുകയും വിശ്വൻ കള്ളം ചെയ്യുന്നു എന്നൊക്കെ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത്രയും പ്രമോൾ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.